ബാംഗ്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശിവോഹം ശിവക്ഷേത്രം. വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമല്ല, ഇവിടുത്തെ വിഗ്രഹവും പ്രതിഷ്ഠയും കൗതുകം കൂടിയാണ് സന്ദർശകർക്ക് നൽകുന്നത്. മഹാശിവരാത്രി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ബാംഗ്ലൂരിന്റെ അഭിമാനം കൂടിയാണ്. ശിവോഹം ശിവക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ ചരിത്രം, വിശ്വാസങ്ങൾ, മറ്റ് പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ബാംഗ്ലൂർ ഓൾഡ് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശിവോഹം ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1995 സ്ഥാപിതമായ ക്ഷേത്രം ഒരു ആത്മീയ ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങളെയാണ് ആകർഷിക്കുന്നത്. മുൻപ് ശിവമന്ദിർ എന്നും അറിയപ്പെട്ടിരുന്ന ശിവോഹം ശിവക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ശിവക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്നു. 1995 ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ ഒരു ദർശനം ലഭിച്ചതിനു ശേഷമാണിത് നിർമ്മിച്ചത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ ശിവന്റെ ഭീമാകാരമായ പ്രതിമ പ്രത്യാശയുടെ ഉയർന്ന പ്രതീകമായി ഉയർന്നു നിൽക്കുകയും വരും തലമുറകൾക്ക് വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു ദർശനത്തിൽ പറഞ്ഞത്. കാശിനാഥ് എന്ന ശില്പിയാണ് ശിവന്റെ വിഗ്രഹം സൃഷ്ടിച്ചത് എന്നതുകൂടാതെ കണക്കുകൂട്ടലുകളോ എഴുത്തുകളോ ഒന്നുമില്ലാതെ മനക്കണക്കുപയോഗിച്ചാണ് ഇവിടുത്തെ ശില്പത്തിന്റെ കണക്കുകൂട്ടലുകൾ ശില്പി നടത്തിയത് എന്നും പറയപ്പെടുന്നു. 1995 ഫെബ്രുവരി 26 ശൃംഗേരിയിലെ ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ശിവമന്ദിർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രത്തിന്റെ പേര് ശിവോഹം എന്ന് മാറിയത് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു. പുരാതന വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾ മനസ്സിലാക്കി മോക്ഷം നേടുന്നതിന് ആളുകളെ സഹായിക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ ശ്രദ്ധ 2016 മാറിയപ്പോൾ ശിവോഹം ശിവക്ഷേത്രം അതിന്റെ പഴയ പേരായ ശിവമന്ദിറിൽ നിന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു. സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരാത്ത തരത്തിലുള്ള നിർമ്മിതികളും രൂപങ്ങളും നമുക്ക് ശിവോഹം ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. ഇവിടുത്തെ പ്രധാന ആകർഷണം യോഗാസനത്തിലിരിക്കുന്ന 65 അടി ഉയരമുള്ള ശിവപ്രതിമയാണ്. ശിവപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഡമരുവും ത്രിശൂലവുമുള്ള ഒരു ധ്യാനഭാവത്തിലാണ് ഈ പ്രതിമയിരിക്കുന്നത്. അതോടൊപ്പം 32 അടി ഉയരമുള്ള ഗണപതിയുടെ ഒരു പ്രതിമയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ ശ്രമങ്ങൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നിവ ആരംഭിക്കുന്നതിന് മുൻപ് ആരംഭങ്ങളുടെ നാഥൻ എന്നറിയപ്പെടുന്ന ഗണേശനെ പരമ്പരാഗതമായി ആരാധിച്ചു പോരുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള ശിവലിംഗ പ്രതിമയ്ക്ക് ഏകദേശം 25 അടി ഉയരമുണ്ട്. അതിനാൽ തന്നെ ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ കവാടമായും ഇതറിയപ്പെട്ടു പോരുന്നു. ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾ രാവും പകലും ഉൾപ്പെടുന്നു. തത്സമയ ഭജനകളും ശിവ അന്താക്ഷരി, ജാഗരൺ തുടങ്ങിയ ആത്മീയ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ പുണ്യദിനത്തിൽ ശിവോഹം ക്ഷേത്രത്തിലെത്താൻ രാജ്യത്തിൽ നിന്നും ലോകമെമ്പാടും നിരവധി ആളുകൾ എത്തുന്നു. എല്ലാ വർഷവും മഹാശിവരാത്രിയിൽ ആത്മീയതയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ അന്വേഷകരെ സഹായിക്കുന്നതിനായി ലേസർ പ്രൊജക്ട് ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംഘടിപ്പിക്കാറുണ്ട്. അതിനാൽ തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ശിവരാത്രി ദിനത്തിലെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി ഇവിടെ എത്തിച്ചേരുന്നത്. സന്നിധാനത്തിനുള്ളിൽ ദൈവിക ഇടപെടൽ അന്വേഷിക്കുന്നവരെ കാത്തിരിക്കുന്ന രോഗശാന്തി ശിലകളുടെ ഒരു നിര തന്നെയുണ്ട്. വിശ്വാസികൾ പതിവായി നടത്തുന്ന ശിവതീർത്ഥാടനങ്ങൾ, അമർനാഥ് യാത്ര, ജ്യോതിർലിംഗ യാത്ര എന്നിവ പ്രതികൂല കാലാവസ്ഥയിൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർക്കായി ഈ ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ്, കേദാർനാഥ്, അമർനാഥ് എന്നീ 5 പുണ്യധാമുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെയും പർവ്വത പ്രദേശങ്ങളെയും അനുസ്മരിക്കുന്ന കല്ലും അസമമായ ഭൂപ്രകൃതിയുമുള്ള മനുഷ്യനിർമ്മിത ഗുഹയിലൂടെയാണ് ക്ഷേത്രത്തിലെ അമർനാഥ് പഞ്ചധാം യാത്ര ഭക്തരെ കൊണ്ടുപോകുന്നത്. ബാംഗ്ലൂരിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഓൾഡ് എയർപോർട്ട് റോഡിലാണ് ശിവോഹം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ അകലെയും ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുമായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.